ഹൈ ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് ബൈപ്പാസിലെ പൂളാടിക്കുന്ന് ഭാഗത്താട്ടോ. പൂളാടിക്കുന്ന് ഭാഗം പുറക്കാട്ടേരി പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പൂളാടിക്കുന്ന്, മാളിക്കടവ്, മലാപ്പറമ്പ് ആ ഭാഗങ്ങൾക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ടേ മലാപ്പറമ്പിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ അതാ ഇവിടെ പൂളാടിക്കുന്ന് ഈ ഭാഗത്ത് വലിയ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ റോഡ് കുറച്ച് താഴ്ത്തിട്ട് പോയിട്ടുണ്ട്. അതിന് ഈ സർവീസ് റോഡാണോ ഇനി ഹൈവേ ആണോ എന്ന് മനസ്സിലാക്കാം. സർവീസ് റോഡിനായിട്ട് കുറച്ച് വീതിയൊക്കെ അവിടെ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ അലൈൻമെൻറ്റ് പോകുന്നതെന്ന് അറിയില്ല. ഫ്ലൈ ഓവർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈ ഓവറിന് കണക്കായിട്ട് ഒരു അപ്രോച്ച് റോഡ് വേണമല്ലോ. അപ്പോൾ അത് ഉയർന്നിട്ടല്ലേ വരിക. അപ്പോൾ അത് എങ്ങനെ വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് സർവീസ് റോഡായിട്ട് തന്നെ ആവും പോവുക. അപ്പോൾ കുറച്ച് വീതിയിലാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വീതി കൂട്ടിയെടുത്തതായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും അതേമാതിരി ചില ഭാഗങ്ങളിൽ ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് വരുന്നുണ്ട്. കുറച്ച് സ്ലോ തന്നെ ആണെന്ന് പറയാം. കാരണം ഫ്ലൈ ഓവർ വർക്കുകളൊക്കെ മറ്റുള്ള ഭാഗങ്ങളിൽ നമ്മളെ ഈ ബൈപ്പാസിലെ തൊണ്ടയാട്, അതേമാതിരി പന്തീരങ്കാവ് ഭാഗങ്ങളിലൊക്കെ ഉള്ള വർക്കുകൾ ഒക്കെ ഏകദേശം കയ്യാറായിട്ടുണ്ട്. എന്നാലും ഇവിടെ അത് അത്ര വേഗതയിൽ കാണുന്നില്ല. അപ്പോൾ പൂളാടിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു 4 കൂടിയ ജംഗ്ഷനാണ്. ഈ അത്തോളി ഭാഗത്തേക്ക് പോകുന്ന റോഡും കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന റോഡും ഒക്കെ ആയിട്ട് ഇവിടെ വലിയൊരു ജംഗ്ഷൻ തന്നെയാണ്. ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ഒരു അപകടം നടക്കാവുന്ന ഒരു സ്ഥലമാണ്. ആദ്യം ഹൈവേ വരുന്നതിന് മുന്നേ അവിടെ സിഗ്നലും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിഗ്നലും സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഇപ്പോൾ ഇവിടെ സാധ്യത കാണുന്നുണ്ട്. കാരണം വാഹനങ്ങൾ വരുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ബൈക്കായിട്ട് കടക്കാൻ തന്നെ എനിക്ക് കഴിഞ്ഞില്ല. കാരണം പല ഭാഗത്തുനിന്നും വാഹനങ്ങൾ കയറി വരികയാണ്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്തൊക്കെ അതാ ഗർഡറുകൾ സ്ഥാപിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ഇവിടെ റോഡ് ഉയർന്നു പോകാനുള്ളതാണ്. അപ്പോൾ ഈ ആറി പാനലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് റോഡ് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ആറി പാനലൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളെ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഈ ബ്ലോക്ക് കട്ടകൾ വെച്ച് ഉയർത്തുന്നതിന് പകരം ഇവിടെ ഈ ആറി പാനൽ വെച്ചിട്ടാണ് റോഡ് ഉയർത്തി വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി എളുപ്പമുള്ളതായി തോന്നുന്നു. കാരണം കുറച്ച് ഹൈറ്റിൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിനൊരു ബെൽറ്റ് ആ റോഡിലേക്ക് കൊടുത്തിട്ട് അതിന് മേലെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു ഓവർപാസ്, അണ്ടർപാസ് വരുന്നുണ്ട് ഈ ഭാഗത്ത്. ഫ്ലൈ ഓവർ കഴിഞ്ഞതിൻ്റെ ഭാഗത്ത് വരുന്നതും. അപ്പോൾ നമ്മളിനി പോകുന്നത് ഈ മാളിക്കടവ് ആ ഭാഗങ്ങൾക്കാണ്. പേരാമ്പ്രക്കെ റോഡ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ റോഡ് നല്ല വർക്കാണ്. ഈ ഒരു പോക പണി എല്ലാ സ്ഥലത്തും പണിക്കാരും അതിൻ്റെ എക്യുപ്മെൻറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഗഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടായിരിക്കും. ഒരുപാട് ഫ്ലൈ ഓവർ ഇവിടെയും ഇത് കഴിഞ്ഞ് കുറേ മുന്നിലുണ്ട്. കുറേ കട്ടറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ 6 വരി പാതയുടെ വർക്ക് ഈ കാരണം കൊണ്ട് ഇവിടെ നിർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡ് 2 ഭാഗത്തും നിലവിൽ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തു കൂടെ സർവീസ് റോഡിൽ കൂടി ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ NH 66 ബോംബെയിലെ പനവേലിൽ നിന്ന് തുടങ്ങി 1640 കിലോമീറ്റർ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന റോഡാണ്. ആ റോഡിൻ്റെ കോഴിക്കോട് ഭാഗത്തുള്ള ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ് എന്നാണ് നമ്മൾ ഈ റോഡിന് പറയുന്നത്. ഒരു 1980 തന്നെ ഇതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് അന്ന് 45 മീറ്ററിൽ ഇത് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഈ റോഡ് വികസനം നടന്നു. പക്ഷെ 2018 ഈ റോഡ് ടെൻഡറായതാണ്. ഇതും തലശ്ശേരി ബൈപ്പാസ് പണി ഏകദേശം കഴിഞ്ഞു, ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഈ ടെൻഡർ എടുത്ത കമ്പനികൾ അതിങ്ങനെ ഓരോ കാരണം പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോയി. അങ്ങനെ അവസാനം ഇപ്പം ഈ മൊത്തത്തിലുള്ള കേരളത്തിലെ മൊത്തം വർക്കുകളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത്. ഇന്നോ ഇത് ഓപ്പണായി പോകേണ്ട റോഡാണ്.
എന്തായാലും ഈ NH-66 ഈ വികസനം കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും എന്ന് പറയുന്നത് എന്താ അറിയോ? ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ റോഡിന് വേറൊരു പ്രത്യേകം കൂടിയുണ്ട്. 5 തുറമുഖങ്ങൾ ആയിട്ട് ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ടാണ്. അതാണ് കേന്ദ്ര സർക്കാരും നാഷണൽ ഹൈവേ ഒക്കെ ഈ റോഡിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്. 5 തുറമുഖങ്ങളെ ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടെയ്നർ ചരക്ക് നീക്കങ്ങളും കാര്യങ്ങളൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് അതിവേഗം ഓപ്പൺ ചെയ്യാനുള്ള 6 വരി പാതയാക്കാനുള്ള കാരണം. മുംബൈയിലെ നവാഷവയിലെ JNPT കണ്ടെയ്നർ ടെർമിനൽ, അതേമാതിരി തിരുവനന്തപുരത്തെ വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖം, അതേമാതിരി ഗോവയിലെ മോർമു തുറമുഖം, അതുമാതിരി കൊച്ചി കണ്ടെയ്നർ അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ, അതേമാതിരി കൊല്ലം തുറമുഖം, കർണാടകയിലെ രത്നഗിരി തുറമുഖം, ഇങ്ങനെയൊക്കെ 4-5 തുറമുഖങ്ങൾ അവിടത്തുള്ള ചരക്ക് നീക്കങ്ങൾ കൂടി സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് റോഡിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വർക്ക് ഇപ്പോൾ നടക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയും അത് കഴിഞ്ഞാൽ കേരളവുമാണ്. കാരണം ടൂറിസം നല്ലൊരു ഡെവലപ്മെൻറ്റ് ഈ റോഡ് വന്നാൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഗോവ തന്നെ പറയുന്നുണ്ട് ഈ റോഡിൻ്റെ വികസനം. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഈ റോഡ് വികസനം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം, ഈ പ്രാദേശിക ടൂറിസ്റ്റുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഈ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ നമ്മളെ കേരളത്തിലേക്കുള്ള ടൂറിസ്റ്റുകൾ കൂടുതൽ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഉണ്ട്. എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്ന ഒരു റോഡാണ് ഈ 6 വരി പാത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഭാഗത്ത് മാളിക്കടവ് ഭാഗത്ത്, അതായത് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ടല്ലോ, ആ റോഡ് തുടങ്ങുന്ന ആ ഭാഗത്ത് അവിടെ നിലവിലുള്ള ഹൈവേയിൽ ഒരു അണ്ടർപാസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അണ്ടർപാസ് ഉള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. നിലവിലുള്ള ഹൈവേയിലുള്ള ഒരു അണ്ടർപാസ് ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെയാണ് പോയപ്പോഴാണ് അത് കാണുന്നത്. അപ്പം ആ ഭാഗത്തും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് പേരാമ്പ്ര ആ ജംഗ്ഷനാണ്, ഇത് മാളിക്കടവ് ആ ജംഗ്ഷനാണ്. ഇതിൻ്റെ കുറച്ച് മുന്നിലാണ് നിലവിലുള്ള അണ്ടർപാസ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെ വരുന്നത് അറിയില്ല. ഉയർന്നിട്ടാണോ താഴ്ന്നിട്ടാണോ എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ഇതുണ്ട് ഇവിടെ ഈ അണ്ടർപാസ്, ഇത് പഴയ ഹൈവേയിലുള്ള അണ്ടർപാസ് തന്നെയാണെന്നാണ് എൻ്റെ ധാരണ. പുതുത് വരുന്നത് ആയിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇത് വരാനുള്ള ഇതിപ്പോൾ ഈ കൽവെട്ടുകളൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണോ? ഇനി ഇവിടെയൊക്കെ മണ്ണെടുത്ത് ഒഴിവാക്കി പോകുന്നുണ്ട്. എന്താണ് ഇവിടെ റോഡ് വീതി കൂടുന്നുണ്ടോ? ഇനി സർവീസ് റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണോ മണ്ണെടുത്തതെന്ന് അറിയില്ല. എന്തായാലും ഈ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകൾ, ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞാൽ തന്നെയാണ് എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പം പറയാത്തൊരു സാഹചര്യമാണുള്ളത്. ഇവിടുന്ന് ഈ സർവീസ് റോഡിൽ നിന്നാണ് മുന്നോട്ട് നോക്കുമ്പം 2 ഭാഗത്തും 6 വരി പാതയുടെ വർക്കുകൾ വളരെ ഉഷാറായിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കോട് ബൈപ്പാസിൽ റോഡിൻ്റെ 6 വരി പാതയുടെ വർക്കുകളൊക്കെ ഏകദേശം ഒരു 75% പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡുകളും ഏകദേശമൊക്കെ തീർന്ന രീതിയിൽ തന്നെയാണ്. ഇനി തീരാനുള്ളത് ഈ അണ്ടർപാസുകൾ, ഫ്ലൈ ഓവറുകൾ, ഓവർപാസുകളൊക്കെയാണ്. ശരിക്കും മലാപ്പറമ്പിൽ ശരിക്കും വരേണ്ടത് ഓവർപാസാണ്. അതായത് നമ്മുടെ മെയിൻ റോഡ് കടന്നു പോകുന്നത് അടിയിൽ കൂടിയും ഓവർപാസ് മേലെ കൂടെ വരുന്ന ആ ഭാഗത്ത് കൂടെ വെള്ളിമാട് കുന്ന് കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ്. പക്ഷെ അതിൻ്റെ വർക്കൊന്നും ഇപ്പോൾ ഇതുവരെ അവിടെ ആരംഭിച്ചിട്ടില്ല. വലിയൊരു ജംഗ്ഷനാണല്ലോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊന്നും ഇതുവരെ അവിടെ ആരംഭിച്ചിട്ടില്ല. അതിന് കുറച്ച് മുമ്പായിട്ട് കുറച്ച് വർക്കുകളൊക്കെ NH-66 ഈ 5 സംസ്ഥാനങ്ങൾ കൂടി പോകുന്ന പാതയിൽ ഇനി ബാക്കിയുള്ള സ്ഥലം
ഈ കേരളത്തിലാണ്. ഗോവയിലും കേരളത്തിലായിരുന്നു വർക്ക് തീരാൻ ബാക്കി. ഗോവയിലെ വർക്ക് ഏകദേശം കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ അടുത്തൊന്നും ഗോവയിൽ പോയിട്ടില്ല. പോയവരൊക്കെ പറഞ്ഞു അവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി കേരളത്തിലെ വർക്കാണ് ബാക്കിയുള്ളത്. ഇതിൽ 45 മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തത് കേരളത്തിലും ഗോവയിലും മാത്രമുള്ളൂ കേട്ടോ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 60 മീറ്ററിലാണ് സ്ഥലം ഏറ്റെടുത്തത്. അപ്പോൾ കേരളത്തിലെ ഈ ലാൻഡിൻ്റെ ഒക്കെ വിഷയം ഇവിടുത്തെ ഈ ജനസാന്ദ്രതയും ഒക്കെ കാരണമായിരിക്കാം ഈ ഭാഗത്ത് 45 മീറ്ററിൽ സ്ഥലം ഒതുങ്ങിയത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവിടെ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ ഒരു ഓവർപാസാണ് കറക്റ്റ് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് മണ്ണെടുത്ത് ഒഴിവാക്കുന്നുണ്ട് നിലവിലുള്ള ഈ റോഡിൻ്റെ ലെവലിലേക്ക് താഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു മണ്ണിടിച്ചിലൊക്കെ ഞങ്ങൾ പോകുന്നതിന് ശേഷം അന്ന് ഒരു മണ്ണിടിച്ചിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നമ്മൾ മലാപ്പറമ്പ് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ ആളുകളുണ്ട് കേട്ടോ. വർക്ക് റോഡിൻ്റെ എല്ലാ ഭാഗത്തും ചില്ലറ വർക്കുകളായിട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നിലവിലുള്ള ഹൈവേ അതേപടി തന്നെ നിൽക്കുകയാണ്. കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് വന്നിട്ടില്ല. ഇവിടെയൊക്കെ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വിഷയം ഇവിടെ വേറെയും ഉണ്ട്. മണ്ണിൻ്റെ ഒരു ലഭ്യതയുടെ കുറവ് നല്ല ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇവർക്ക് കിട്ടാത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവരെ വാഹനങ്ങൾ പോകുന്ന സൈറ്റിൽ നിന്ന് മണ്ണ് കിട്ടാനില്ല. നമ്മൾ ഈ ചെറിയ പഞ്ചായത്ത് റോഡുകളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിലെ വരെ വലിയ വാഹനങ്ങൾ പോകാത്ത ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ചെറിയ വാഹനങ്ങളിൽ ചെറിയ മിനി ടിപ്പറൊക്കെ ഉണ്ടല്ലോ, അതിലാണ് ഇപ്പം ഈ കോഴിക്കോട് ഈ ബൈപ്പാസിലേക്കുള്ള മണ്ണുകളൊക്കെ എത്തിക്കുന്നത്. അതും ഇവർക്ക് വലിയൊരു തടസ്സമായിട്ടുണ്ട്. ഇപ്പം മലാപ്പറമ്പ് ആ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തി അവിടെ ഒരു സർവീസ് റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലെവലിലാണ് മലാപ്പറമ്പ് ഈ ഭാഗത്തേക്ക് റോഡ് പോകാനുള്ളത്. ഇവിടെ ഹൈവേ താഴ്ന്നിട്ടാണ് പോകാനുള്ളത്. ഇവിടെ ഓവർപാസാണ് വരാനുള്ളത്. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇനി അടുത്ത് തുടങ്ങുമെന്ന് വിചാരിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഇവിടെ ഈ മലാപ്പറമ്പിൽ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.